സ്റ്റേജിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജി കെ എവിടെ പോയി കിടക്കോ വക്കീലെ? കുട്ടികൾ കാശ് കൊടുത്ത് ഇങ്ങനെ പറ്റിക്കുന്ന ശരിയാണോ? അവൻ എന്തെങ്കിലും വലിയ പ്രശ്നത്തിൽപ്പെട്ട് കാണും. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവൻ എത്തേണ്ടതാ. മൂന്നിന് അയാളെ വിളിച്ചു നോക്കിയോ? ആ, അവൻ ഫോൺ എടുക്കുന്നില്ല. മാഡം, അടുത്തത് ലൈറ്റ് മ്യൂസിക് മത്സരമാണ്. മോളെ എത്രയും വേഗം എത്തിക്കണം. ശരി ടീച്ചർ. ശരി. നമുക്കേ ഒന്ന് ധൈര്യം കൊടുത്തു നോക്കാം. ചിലപ്പോ അവള് പാടാൻ സമ്മതിച്ചെന്ന് വരും. മോളെ, നമുക്കൊന്ന് പാട്ട് പാടി നോക്കിയാലോ? വേണ്ട, ജികെ വരാതെ ഞാൻ പാടില്ല. എന്താ മോളെ ഇങ്ങനെ വാശി കാണിക്കുന്നേ? അമ്മൂസേ, ജി കെ ഇല്ലെങ്കിൽ എന്താ, ഞങ്ങളൊക്കെ ഇവിടെ കൂടിയില്ലേ? ജികെ ഇവിടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിലാ ഞാൻ പാട്ട് പാടാൻ തീരുമാനിച്ചത്. എന്നിട്ട് ജികെ വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഞാൻ സ്റ്റേജിൽ കയറുന്ന കാണാൻ ആഗ്രഹമില്ലെന്നല്ലേ? മോളെ, ജികെക്ക് മോളോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ അയാൾ ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തും. ഇനിയിപ്പോ അയാൾ വന്നില്ലെങ്കിലും എന്താ കുഴപ്പം? മൂക്ക് ധൈര്യത്തിനെ അമ്മ കൂടെയില്ലേ? എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അമ്മയാ. പക്ഷേ ജികെ കൂടെ ഉള്ളപ്പോ എനിക്ക് കിട്ടുന്ന ധൈര്യം എനിക്ക് മറ്റൊരാളുടെ ഒന്നും കിട്ടില്ല. മോളെ, ചേച്ചി അവള് പറയുന്ന കാര്യമായിട്ട് എടുക്കണ്ട. അവള് ജി കെ വരാത്തന്റെ വിഷമത്തെ വെറുതെ പറയുന്നതായിരിക്കും. അവള് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഞാൻ അവളെ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതാന്ന് പറഞ്ഞാലും ഒരച്ഛൻ ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്താൽ തന്നെ ശരിയാവൂ. പ്രതീക്ഷയ്ക്ക് ആ സ്ഥാനത്ത് ഗിരിയേട്ടനെ കാണാൻ പറ്റാത്തോണ്ടാ അവള് ജി കെ പോലുള്ളവരെ ആശ്രയിക്കുന്നത്. ഇനി അതിനും കാരണക്കാരി ചേച്ചിയാണെന്നും പറഞ്ഞ് കുറ്റബോധത്തിൽ ഇരിക്കാനാണോ പരിപാടി? ഇതെല്ലാം എനിക്ക് വെറുതെ തോന്നുകയാണെന്നാണോ നീ പറയുന്നത്? പ്രതീക്ഷ ജി കെ കാണുന്നത് അച്ഛന്റെ സ്ഥാനത്തല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ ചേച്ചിക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയതേ ഗിരിയേട്ട മാത്രമാ. മഹിമേ, ചേച്ചി എന്താ പറയാൻ വരുന്നെന്ന് എനിക്കറിയാം. ഇത്രയും കാലം മോളെ ഗിരിയേട്ടിൽ നിന്നും അകറ്റിയത് ചേച്ചിയാണെന്നല്ലേ? അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ചേച്ചി തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഇത്രയും കാലമായില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാ ഗിരിയേട്ട മോളെ കാണാൻ പോലും ശ്രമിക്കാത്ത? എടോ, മോൾ അവനെ കണ്ട എങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടിയുള്ളത് കൊണ്ടാ ഗിരി അമ്മുവിനെ കാണാൻ ശ്രമിക്കാത്തത്. അമ്മുവും ഗിരിയെ വെറുപ്പോടൊന്ന് നോക്കിയാൽ പോലും അവൻ തകർന്നു പോവും. ഇതൊക്കെ സ്വന്തം മോളെ കാണാതിരിക്കാനുള്ള ഒരു ന്യായമാണോ? പ്രതീക്ഷയോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ പ്രതികരണത്തെ ഭയക്കാതെ ഗിരിയേട്ട മുന്നോട്ട് വന്നേനെ. ഗിരിയേട്ടന്റെ സ്നേഹം കണ്ടിട്ട് അമ്മു അദ്ദേഹത്തോട് ക്ഷമിക്കുമെന്ന് അദ്ദേഹം കരുതണമായിരുന്നു. അല്ലാതെ സ്വന്തം മകളിൽ നിന്നും ഒളിച്ചോടല്ല വേണ്ടത്. ഇന്ന് ജി കെ വന്നില്ലെങ്കിൽ പ്രതീക്ഷ മാനസികമായിട്ടും ഒരുപാട് തളർന്നു പോവും. അയാൾ ഇവിടെ വരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ മൂന്താ? ഞാൻ അവനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഞാൻ മോളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് സ്റ്റേജ് വരെ കയറ്റിക്കോളാം. ജി കെ എന്നിട്ടും വന്നില്ലെങ്കിൽ പിന്നെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഗിരിയേട്ടനെ വിളിക്കണോ? വേണ്ട. ഈ അവസ്ഥയിൽ ഗിരിയേട്ടനെ കണ്ട പ്രതീക്ഷ അദ്ദേഹത്തെ കൂടുതൽ വെറുക്കുകയുള്ളൂ. എന്താ സാറേ, ചെക്കിങ്ങാ പറ്റുവാണോ? അതൊക്കെ പറയാം, നീ ആദ്യം ഒന്ന് ഇറങ്ങ. സാറേ, എന്റെ കയ്യിൽ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. ഭാര്യ കമ്മീഷണറായതിനു ശേഷം മാക്സിമം നിയമമെല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കേസിൽപ്പെട്ട അതിന്റെ മോശം അവൾക്കും കൂടിയല്ലേ. ഇതൊക്കെ പുതിയ ട്രെയിനീസ് ആണ്. ആണെങ്കിൽ എല്ലാരും കൊള്ളാം, നല്ല ഫിറ്റാ. നീ വലിയ അടിക്കാരനൊക്കെ അല്ലേ? നീ ഇവരുമായിട്ടൊന്ന് മുട്ടി നോക്കടാ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സാറേ, ഇപ്പോ തീരെ സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണം. ഇന്നവിടെ കലാപരിപാടികൾ നടക്കുകയല്ലേ. അല്ല, സാർ എന്താ ഇന്ന് സ്കൂളിൽ പോകാത്തത്? ആദ്യം ഒന്നിനും പേര് കൊടുത്തില്ലേ? ഇല്ല, എനിക്ക് ഇവിടെ ഒരു കലാപരിപാടി നടത്താനുണ്ട്. പഞ്ഞിക്കിടൽ.
എടാ, നീ എന്റെ മകന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. പണ്ട് ഞാൻ ഒരുത്തിയെ കയറി പിടിച്ച കഥയൊക്കെ സ്കൂളിൽ പറഞ്ഞ് നീ എന്നെ നാണം കെടുത്തി. നീ അങ്ങ് മിടുക്കനായി. എന്നിട്ട് നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടും നീ വിചാരിച്ചു? ഇല്ല, സാർ ഇങ്ങനെ എന്തെങ്കിലും തൊട്ടി പരിപാടി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് നേരിടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിന്റെ ടൈമിങ്ങിലാണ് പ്രശ്നം. സോറി, നമുക്ക് വേറൊരു ദിവസം കാണാം. അടിച്ചു കൂട്ടടാ അവനെ. വേണ്ട വേണ്ട, ഞാനിപ്പം വളരെ ഹാപ്പിയാ. അപ്പൊ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ പ്ലീസ്. എന്റെ ഷർട്ടിൽ ചെളിയും വേർപ്പൊക്കെ. ഷർട്ട് ചുളിഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു DYSP ആണ്. എന്നെ തൊട്ടാ നീ DYSP ആണെങ്കിലേ അതിന്റെ മാന്യത ഉത്തരവാദിത്വമൊക്കെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം. അല്ലാതെ കണ്ട 4-ാം കൂലി തെമ്മാടികളെയും കൂട്ടിപ്പിടിച്ച് ഇരുട്ടടി അടിക്കാൻ വഴിവെക്കല് കാത്തു നിൽക്കരുത്. കേട്ടോടാ. എടാ, നിന്റെ മോന്റെ സ്കൂളിൽ ഇന്നൊരു പരിപാടി നടക്കല്ലേ? അവിടെ പോയി അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം താൻ ഇവിടെ തല്ലുകൊള്ളാമെന്ന് നിൽക്കണം. തനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും മക്കളെ കാണാൻ കിട്ടുന്നതിന്റെ അഹങ്കാരോ. തന്റെ മോനെ ഓർത്തിട്ട് ഞാൻ തന്നെ വെറുതെ വിടുന്നു. ക്ലാസ് വിദ്യാർത്ഥിനിയായ പ്രതീക്ഷയുടെ മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്തതായി പാടാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ സോദിക. എന്നാലും ഇത്രയും നന്നായിട്ട് പാടാൻ അറിയാവുന്ന മോളാണോ സ്റ്റേജിൽ കയറാൻ പേടിച്ചു നിന്നത്? അത് മോളെല്ലാരെയും പറ്റിക്കാൻ വേണ്ടി വെറുതെ അഭിനയിച്ചല്ലേ? കുഞ്ഞമ്മക്കത് മനസ്സിലായില്ല. അല്ലാതെ അമ്മ കുട്ടിക്ക് ഒന്നിനെ പേടിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായോ? ഒരുപാട്. മോൾ ഇത്രയും നന്നായിട്ട് പാടുവെന്നേ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് സ്റ്റേജിൽ കയറാനുള്ള പേടി മാറിയത് ഇത്രയും പ്രായമായതിനു ശേഷം. പക്ഷേ മോളത് ഈ ചെറുപ്രായത്തിൽ തന്നെ കീഴടക്കി. അമ്മയ്ക്ക് മോളെ ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ട്. ആ സ്റ്റേജിൽ കയറാൻ മോള് ധൈര്യം കാണിച്ചപ്പോ തന്നെ മോള് ജയിച്ചു. ഇനി സമ്മാനം കിട്ടുമോന്ന് ആലോചിക്കേ വേണ്ട. സമ്മാനം കിട്ടാതെ എങ്ങനെയാ? അതെ, അവിടെ ഇരിക്കുന്ന ജഡ്ജി സമ്മാനം തന്നില്ലെങ്കിലേ ഈ ജഡ്ജ് മോക്ക് സമ്മാനം തരും.